ഒരു കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 2-3 ടീം എന്താ പറയുക ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂ ആയിട്ട് നമ്മളെ വീഡിയോ എടുത്തിട്ട് നമ്മളെ വല്ലാതെ ഹറാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഭീഷണി നമ്മളെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് നമുക്ക് ഒരുപാട് കമൻറ്റുകൾ നമ്മളെ എന്താ പറയുക നമുക്ക് വെറുപ്പിക്കുന്ന രീതിയിൽ നമ്മളെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഭീഷണി ഗുണ്ടായിസം എന്നൊക്കെ പറയാമല്ലേ, പെൺഗുണ്ടായിസം തന്നെ പറയാം. ആരായിരിക്കും ആ 3 ID? ഒന്ന് ഞാനാണ്, ഒന്ന് ബീം ഫാമിലിയാണ്, മറ്റേത് മൂന്നാമത്തെ ആൾ അസുറൈത്തല്ല, അഷ്കർ ബ്ലോഗ് അവരും അല്ല. അവരൊന്നും ഈ 100 രൂപ ചലഞ്ച് വീഡിയോ ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് ജേർണി വിത്ത് മീ എന്ന് പറഞ്ഞിട്ടുള്ള ID നമ്മുടെ മിനി ചേച്ചിയാണ്. അപ്പോൾ 3 കറക്റ്റായി. അടുത്ത പോയിന്റ് ഭീഷണി. ഇവരെ ഭീഷണിപ്പെടുത്തി എന്ന്. എന്താണ് ആ ഭീഷണി? കുട്ടികളെ പറയേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ എന്തോ അനാവശ്യം കുട്ടികളെ പറഞ്ഞ പോലെയാണ് ഇവർ അവരുടെ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തത്. ഞാൻ കുട്ടികളുടെ രോഗത്തെക്കുറിച്ചാണ് വിശദീകരിച്ചത്. ചെറിയൊരു രോഗത്തെ എന്തോ വലിയ രോഗമാക്കി മാറ്റി ചാരിറ്റിക്ക് വേണ്ടി ആ കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തിയപ്പോൾ ഞാൻ അത് നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞതാണ് ഭീഷണി. പുട്ടിത്താത്തയുടെ വീഡിയോയിൽ ഞാൻ കമൻ്റ് ചെയ്തിട്ടില്ല. ആരാണാവോ കമൻ്റ് ചെയ്ത്. പിന്നെ പറയുന്നത് പെൺഗുണ്ടായിസം എന്ന്. ചാരിറ്റിയുടെ മറവിൽ ഇവർ പണം തട്ടുന്നത് വീഡിയോ ഇട്ട് ഇവരുടെ മുഖം മൂടി വലിച്ചു കീറിയതാണ് ഗുണ്ടായിസം. അല്ലാതെ കൊട്ടേഷൻ കൊടുത്ത് സ്ത്രീത്വത്തെ അപമാനിച്ച് ബീൻ ഫാമിലിയുടെ കുഞ്ഞിനെ അപവാദം പ്രചരിപ്പിക്കാൻ അവരെ ഒതുക്കാൻ നോക്കിയത് ഗുണ്ടായിസം അല്ലായിരിക്കും അല്ലേ? അതായിരിക്കും ചിലപ്പോൾ ഇവർക്ക് ഹീറോയിസം. പിന്നെ ഈ ജപ്തിത്താത്ത പറയുന്നത് ഇവരുടെ വീഡിയോക്ക് എതിരായി വീഡിയോ ചെയ്യുന്നു എന്ന്. ഇപ്പോഴാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ ചെയ്തത്. ഇതിൻ്റെ മുമ്പിൽ എൻ്റെ വീഡിയോയിൽ ഏതെങ്കിലും നിങ്ങളുടെ വീഡിയോയുടെ ഭാഗം ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയൂട്ടോ. ഇവർ ചിലപ്പോൾ പറയുന്നത് 100 രൂപ ചലഞ്ച്. അത് ഞാൻ മറക്കൂല, വിട്ടുപോയി. എന്നാലും ശരി, ഞാനത് മറക്കൂല. കണ്ടന്റ് ഇല്ലത്രേ. നിങ്ങൾ സമൂഹത്തെ പറ്റിക്കുന്നത് തുറന്നു കാട്ടുക, വലിച്ചു കീറുക എന്നതാണ് എൻ്റെ കണ്ടന്റ്. ആ കണ്ടന്റ് ചെയ്താൽ പുളിക്കോ? പുട്ടിത്താത്തേ പുളിക്കുമോ ജപ്തിത്താത്തേ? പിന്നെ ജപ്തിത്താത്ത പറയുന്നത് ഞങ്ങൾ ഓരോ വീഡിയോ കാണാറേ ഇല്ല, എന്നാലോ എല്ലാ വീഡിയോയും കാണും ചെയ്യും. ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാൽ പോലും അതിൻ്റെ ചോട്ടിൽ വന്ന് ഈ ജപ്തിത്താത്ത കമൻ്റ് ഇട്ടിരുന്നു. അതും ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുട്ടിത്താത്തേ. പിന്നെ പുട്ടിത്താത്താക്ക് എൻ്റെ മുഖം കാണാഞ്ഞിട്ട് വല്ലാത്ത സങ്കടമാണ്. സാരല്ല കേട്ടോ, അങ്ങ് ക്ഷമിച്ചാളി, സഹിച്ചാളി കേട്ടോ. മുഖം DPയിലുണ്ട്, അത് കണ്ട് അഡ്ജസ്റ്റ് ചെയ്താളി കേട്ടോ താത്തേ, പുട്ടിത്താത്തേ. അപ്പം ഇനി അടുത്തൊരു ക്ലിപ്പിലേക്ക് പോവാം, അതൊന്ന് കണ്ടിട്ട് വരാം. കാരണം നമ്മൾ ഇല്ലായ്മ പാടി നമ്മൾ വാങ്ങുന്നു അവർ പറയുന്നുണ്ട്. അവർക്ക് ഇല്ലായ്മയാണെന്ന് അവർ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആരും അവർക്കൊന്നും കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? സ്വഭാവം നല്ലതല്ലാത്തതുകൊണ്ടാണ്. ഒരു മനുഷ്യനും ഉപകാരം ചെയ്യാത്തത്. അല്ലാതെ പിന്നെ അവരെ ചാനൽ കൂടെ അവർ ഈ ചാനൽ തുടങ്ങുന്നത് എന്തിനാണ്? ആരും ചാനൽ തുടങ്ങുന്നത് നന്നാവാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ. കാരണം നമുക്ക് ഇതിൽ നിന്നൊരു ഇൻകം പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാവരും ചാനൽ തുടങ്ങുന്നത്. അല്ലാതെ പിന്നെ എന്താ പറയുക, വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഇപ്പം ഏത് രീതി കൂടെ കൈ നീട്ടുന്നതെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ അവർ കൈ നീട്ടാതെ വാങ്ങാമെന്ന് വിചാരിച്ചാലും എന്താ പറയുക, നമ്മളെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങൾ തരുന്നതും ആവശ്യങ്ങൾ എനിക്ക് ഇന്നതൊക്കെ ഉണ്ട് ആരും നടത്തി തരുന്നില്ല എന്ന് പറഞ്ഞങ്ങനെ അതിന് അസൂയപ്പെട്ട് കുത്തിരുന്നിട്ടൊന്നും കാര്യമില്ല. കാരണം ഈ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ പറയുന്നുണ്ട് അവരുടെ ഇല്ലായ്മകൾ, അവരെ കുറവുകൾ, അവരെ പ്രാരാബ്ദങ്ങൾ, അവരെ മക്കൾ ഇത്ര ഉണ്ട് അത്ര ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ഒരു ഉറുപ്പ്യ പോലും ആരും സഹായിച്ചതായിട്ട് പറയുന്നത് കേട്ടിട്ടില്ല. അത് അവരുടെ സ്വഭാവ മഹിമ കൊണ്ട് തന്നെയാണ് അവരാരും സഹായിക്കാത്തത്. നമ്മളതെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും എൻ്റെ വിഷമവും കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളൂ. അന്ന് മുതൽ ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ജനങ്ങൾക്കറിയാം.
ഇത് തന്നെയാണ് കുറേ നാളായിക്കൊണ്ട് പറയുന്നത്. അതായത് 25,000 രൂപ എന്ന് പറയുന്നത് ഒരാൾക്ക് വീട്ടാൻ പറ്റാത്ത കടമൊന്നുമല്ല. 25,000 രൂപയ്ക്ക് വേണ്ടി ചാരിറ്റി ചെയ്ത് തട്ടിപ്പ് തന്നെയാണ്. അതും ജപ്തിയുടെ പേരും പറഞ്ഞ്. ഇപ്പോൾ നിന്റെ വാക്കൊണ്ട് സമ്മതിക്കുന്നു മറ്റുള്ളവർ നിനക്ക് പൈസ തരുന്നുണ്ട് എന്ന്. അതിനു വേണ്ടി 25,000 രൂപ എടുത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് മക്കളുടെ രോഗാവസ്ഥ നേരിടുന്ന ഒരാളാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് നീയും പറ്റിക്കുന്നു. അഹങ്കാരം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് ജപ്തി താത്താൻ്റെ വീഡിയോയിൽ തന്നെ തെളിയിച്ചു. പിന്നെ നിന്റെ വീഡിയോയിൽ ബീൻ ഫാമിലി ദാരിദ്ര്യം പറഞ്ഞു എന്ന് ഏത് വീഡിയോയിലാണ് ബീനിത്ത ദാരിദ്ര്യം പറഞ്ഞ് യാചിച്ചത്? തന്നെ കൊണ്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്ക്. അവർ ദാരിദ്ര്യം പറഞ്ഞ് വീഡിയോ ചെയ്തത്. ഏതൊരവസ്ഥയിലും ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കും എന്ന് 6 മക്കളും വലിയൊരു ട്രാജഡിയും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും അത് നേരിടാൻ ഒരു സ്ത്രീയെ കൊണ്ട് സാധിക്കുന്നു എങ്കിൽ എല്ലാവർക്കും സാധിക്കുന്നതാണ്. നിസാരമായ ബാധ്യതകൾ, വേദനകൾ, വിഷമങ്ങൾ എല്ലാം അവരുടെ ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിക്കുകയാണ് ബീനിത്ത ചെയ്തത്. അവർ പറഞ്ഞതും അത് തന്നെയാണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഞങ്ങൾ വീഡിയോയിലൂടെയും കമൻറ്റിലൂടെയും തളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന ആരോപണം പുറത്ത് കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഞങ്ങൾക്കൊന്നും നേടാനില്ല. മറ്റേ സ്ത്രീയുടെയും പച്ചയായ പൊയ്മുഖം വലിച്ചു കീറണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അത് ഞങ്ങൾ വെറുതെ ഒന്ന് തീ കൊളുത്തിയപ്പോൾ തന്നെ നിങ്ങൾ 2 പേര് സമ്മതിക്കുകയും ചെയ്തു. അതിനേക്കാൾ വലിയ തെളിവ് ഇനി തരാനില്ല. ജപ്തി താത്ത പറയുന്നില്ലേ ആ വീഡിയോയിൽ എനിക്ക് പൈസ ആരൊക്കെയോ തരുന്നുണ്ട് എന്ന്? നിന്റെ മാതാപിതാക്കളെയും ഭർത്താവിനെയും ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ മക്കൾക്ക് വേണ്ടി ഇത്രയും ആരോഗ്യമുള്ള സ്ത്രീ ആയിരുന്നിട്ട് പോലും മറ്റൊരാളുടെ സഹായം സ്വീകരിക്കുമ്പോൾ നീ അവിടെ അപമാനിക്കുന്നത് നിന്റെ മാതാപിതാക്കളെയും ഭർത്താവിനെയുമാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബി ഫാമിലി ബെസ്റ്റ് തന്നെയല്ലേ? ഒരു നല്ല മാതൃക അവർ സമൂഹത്തിന് കാണിച്ചു തരുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരുടെ ഭർത്താവ്, അവരുടെ കുടുംബത്തിൻ്റെ നെടുംതൂണ് ഇതുപോലെ വീണു പോയിട്ടും അവർ വന്നിട്ട് സമൂഹത്തോട് യാചിച്ചിട്ടില്ല. അവർക്ക് ഇത്രയും നല്ല ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയും അവരുടെ കഴിവ് തെളിയിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോയത്. അല്ലാതെ അവർക്ക് യാചിക്കാനുള്ള കഴിവല്ല തെളിയിച്ചത്. മനസ്സിലായോ ജപ്തി താത്തേ? അവർക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ട്, അവർക്ക് നന്നായി ജീവിക്കാനുള്ള കഴിവുമുണ്ട്. സ്വന്തമായി ജോലി ചെയ്ത് മക്കളെയും അവരുടെ ഭർത്താവിനെയും നോക്കുന്നുണ്ട് എന്നാണ് അവർ അവരുടെ ജീവിതത്തിലും വീഡിയോയിലും തെളിയിച്ചത്. അല്ലാതെ തന്നെ പോലെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ആളുകളുടെ മുമ്പിൽ തോർത്ത് പിരിച്ച് ഭിക്ഷയിരുന്നിട്ടില്ല. ജീവിക്കുകയാണെങ്കിൽ അഭിമാനത്തോടെ ജീവിക്കണം. നിങ്ങൾക്ക് ഇല്ലാതെ പോയതും അതുതന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.